ഹേയ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നത്? ചിലപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, പക്ഷെ അതൊന്നും നടക്കാതെ വരുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നാറില്ലേ? എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് കാലം ഞാൻ ഈ ചോദ്യങ്ങളുമായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. സന്തോഷം എന്താണെന്നറിയാതെ ഉള്ളിൽ ഒരുതരം ശൂന്യതയും ഭാരവും ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു മാന്ത്രിക താക്കോലുണ്ടായിരുന്നു. ശരിക്കും മാന്ത്രികം എന്ന് തന്നെ പറയാം ആ ഒരു കാര്യത്തെ. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി എൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം ഇല്ലാതാക്കി എനിക്ക് സമാധാനം മാത്രം നൽകിയ ആ മാന്ത്രിക താക്കോലാണ് ഇസ്തിഗ്ഫാർ. കേവലം അത് 2 വാക്കുകൾ മാത്രമാണ്, അസ്തഗ്ഫിറുല്ലാഹ്. പക്ഷെ അതിൻ്റെ ശക്തി ഭയങ്കര പവർഫുള്ളായിരുന്നു. ഈ ഇസ്തിഗ്ഫാറിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരു പഴയ കഥയിലൂടെയാണ്. ഇമാം ഹസൻ അൽ ബസ്രി എന്ന മഹാനായ പണ്ഡിതൻ്റെ അടുത്തേക്ക് പലരും അവരുടെ പ്രശ്നങ്ങളുമായിട്ട് എപ്പോഴും വരുമായിരുന്നു. ഒരാൾ വന്ന് പറഞ്ഞു, ഇമാം, എൻ്റെ നാട്ടിൽ മഴയില്ല, കൃഷിയെല്ലാം നശിച്ചു പോയി, ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ്. ഇമാം പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചെയ്യുക. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, ഇമാം, എനിക്ക് മക്കളില്ല, എൻ്റെ ഭാര്യയും ഞാനും ഒരുപാട് കാലമായി ദുആ ചെയ്യുന്നു. അപ്പോഴും ഇമാം പറഞ്ഞത്, നീ ഇസ്തിഗ്ഫാർ ചെയ്യുക. പിന്നെ വേറൊരാൾ വന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളാണ്, യാതൊരു ബർക്കത്തും കാണുന്നില്ല. അവരോടും ഇമാം പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചെയ്യുക. അതുപോലെ പലരും പല പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇമാം അവർക്കെല്ലാം നൽകിയ ഏക പരിഹാരം എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ മാത്രമായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഒരേ ഒരു പരിഹാരം മാത്രമായിരിക്കുമോ? അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യം എന്തായിരിക്കും? ഇതറിയാനുള്ളൊരു ആകാംക്ഷ കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോഴാണ് ഞാൻ ഖുറാനിലെ പരിഭാഷയിലേക്ക് ശ്രദ്ധ കൊടുത്തത്. സൂറത്ത് നൂഹിലെ വചനങ്ങളെ എന്നെ വല്ലാതെ ആകർഷിച്ചു. അള്ളാഹു നൂഹ് നബിക്ക് നൽകിയ നിർദ്ദേശം തൻ്റെ ജനതയോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയുക എന്നുള്ളത്. അള്ളാഹു സൂറത്ത് നൂഹിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്. എങ്കിൽ അവൻ നിങ്ങൾക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു തരും, നിങ്ങൾക്ക് സമ്പത്തും മക്കളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് തോട്ടങ്ങളും നദികളും ഉണ്ടാക്കിത്തരികയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തായ വാഗ്ദാനങ്ങളാണ് പടച്ചോൻ നമുക്ക് നൽകുന്നതെന്ന് ഓർത്തുപോയി ഞാൻ. മഴ, സമ്പത്ത്, മക്കള്, തോട്ടങ്ങൾ, നദികൾ, ഇത് വെറും ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രമല്ല. മനസ്സമാധാനം, ഐശ്വര്യം, നല്ല സന്താനങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഈ ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹു നമുക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ആശ്വാസം നിറഞ്ഞു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോകാറുണ്ടല്ലേ? ചിലപ്പോൾ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ ആയിരിക്കും ഒരു നുണ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരാളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകാം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകാം. ഈ പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഓരോ കറുത്ത പാടുകൾ വീഴ്ത്തുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരടിമ ഒരു പാപം ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്തു വീഴുന്നു. അവൻ അത് ഉപേക്ഷിക്കുകയും പാപമോചനം തേടുകയും ചെയ്താൽ അവൻ്റെ ഹൃദയം ശുദ്ധമാകും. അവൻ വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ ആ കറുത്ത കുത്ത് വർദ്ധിക്കും. അങ്ങനെ അവൻ്റെ ഹൃദയം മുഴുവൻ കറുത്ത പാടുകളായി മൂടപ്പെടുമെന്ന്.
ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നി. എൻ്റെ ഹൃദയം ഇപ്പോൾ എത്ര കറുത്തിട്ടുണ്ടാകും. ഈ കറുപ്പാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഒരു കാരണം, നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാകുന്നതിന് പിന്നിലെ ഒരു കാരണം. എങ്ങനെയാണോ തുണിയിൽ അഴുക്ക് പറ്റിയാൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നത്, അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പറ്റുന്ന പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയാനുള്ള സോപ്പാണ് ഇസ്തിഗ്ഫാർ. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്ന് യാചിക്കുമ്പോൾ ആ കറുത്ത പാടുകൾ പതിയെ പതിയെ മാഞ്ഞു പോകും. നമ്മുടെ ഹൃദയം വീണ്ടും പ്രകാശമുള്ളതും ശുദ്ധിയുമുള്ളതുമാകും. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്ന്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ, പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ദിവസവും 100-ലധികം തവണ ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ ചിലപ്പോൾ ഒരു തരം മറവ് വരും, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും 100-ലധികം തവണ അള്ളാഹുവിനോട് പാപമോചനം തേടാറുണ്ടെന്ന്. നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇസ്തിഗ്ഫാർ അത്യാവശ്യമായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കും? നമ്മൾ എത്രമാത്രം ഇസ്തിഗ്ഫാർ ചെയ്യണം? ഇസ്തിഗ്ഫാർ വെറും ഒരു പാപമോചനം തേടുന്നതിനുള്ള ഒരു പ്രാർത്ഥന മാത്രമല്ല, അത് അള്ളാഹുമായുള്ള നമ്മുടെ അടുപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു ആരാധനയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിരിക്കാനും ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാനും ഇസ്തിഗ്ഫാർ നമ്മളെ സഹായിക്കും. എപ്പോഴാണോ നമുക്കൊരു സങ്കടം വരുന്നത്, അല്ലെങ്കിൽ ഒരു ദേഷ്യം വരുന്നത്, ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ ശ്രമിക്കുക. ആ സമയത്ത് നമ്മുടെ മനസ്സിന് ഒരു തരം ശാന്തത ലഭിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു മഹത്തായ പ്രാർത്ഥനയുണ്ട്. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ആരെങ്കിലും ഈ പ്രാർത്ഥന ഉറച്ച വിശ്വാസത്തോടെ പകൽ നേരത്ത് ചൊല്ലി അത് അന്ന് രാത്രിക്ക് മുമ്പ് മരിച്ചാൽ അവൻ സ്വർഗാവകാശിയാണ്. ഇനി ആരെങ്കിലും ഉറച്ച വിശ്വാസത്തോടെ രാത്രി ചൊല്ലി അന്ന് പകലിലേക്ക് മുമ്പ് മരിച്ചാൽ അവൻ സ്വർഗാവകാശിയാണ് എന്ന്. എത്ര മനോഹരവും ശക്തവുമായ പ്രാർത്ഥനയാണിത്. നമ്മുടെ ദൗർബല്യങ്ങളും പാപങ്ങളും അള്ളാഹുവിനോട് തുറന്നു പറയുകയും അവൻ്റെ കാരുണ്യത്തിൽ അഭയം തേടുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥന. ഇത് നമുക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇതിന് കഴിയും. ഞാൻ ഇസ്തിഗ്ഫാർ പതിവാക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടക്കത്തിൽ ഇതൊരു വെറും വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ പതിവായി ഹൃദയത്തിൽ നിന്ന് തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒന്നാമതായി, എൻ്റെ മനസ്സിലെ സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും കുറഞ്ഞു എന്നുള്ളത്. മുമ്പ് ചെറിയ കാര്യങ്ങൾക്ക് പോലും എളുപ്പത്തിൽ ദേഷ്യം വരുന്നൊരു സ്വഭാവക്കാരിയായിരുന്നു ഞാൻ. എന്നാൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയതിന് ശേഷം എനിക്കൊരു തരം ശാന്തത ലഭിക്കാൻ തുടങ്ങി. പ്രശ്നങ്ങളെ കൂടുതൽ പക്വതയോടെ നേരിടാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞു. രണ്ടാമതായി, ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ നടന്നു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. മൂന്നാമതായി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. എനിക്ക് ഒരുപാട് ദുആകൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും എനിക്ക് ഉത്തരം കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടായില്ല. ചില സമയം എനിക്ക് തീരെ എൻ്റെ പടച്ചോനെ നോക്കാത്ത പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇസ്തിഗ്ഫാർ വർദ്ധിച്ചപ്പോൾ അള്ളാഹുമായുള്ള എൻ്റെ ബന്ധം കൂടുതൽ ശക്തമായി. എൻ്റെ ദുആക്ക് ഉത്തരം ലഭിക്കാൻ വേണ്ടി തുടങ്ങി. ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു എനിക്ക് സഹായം എത്തിച്ചു തന്നു.
ഇതൊന്നും വെറും യാദൃശ്ചികമല്ലെന്ന് എനിക്കിപ്പോഴും ഉറപ്പുണ്ട്. ഇത് ഇസ്തിഗ്ഫാറിൻ്റെ ശക്തിയാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളുടെ സത്യസന്ധതയാണ്. ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഒരു പ്രത്യേക സമയമോ സ്ഥലമോ ഇല്ല. എപ്പോഴും നമുക്ക് അത് ചെയ്യാൻ കഴിയും. പക്ഷേ ചില സമയങ്ങളിൽ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു പാപം ചെയ്തു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുക. കാരണം പാപങ്ങളുടെ കറുത്ത പാടുകൾ ഹൃദയത്തിൽ വീഴുന്നതിന് മുമ്പ് തന്നെ അത് മായ്ച്ച് കളയുന്നത് നല്ലതാണ്. ഓരോ നമസ്കാരത്തിന് ശേഷവും നമ്മൾ 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ട്. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇനി ഉറങ്ങുന്നതിന് മുമ്പും രാത്രിയുടെ അവസാന ഭാഗത്തും ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആ സമയത്ത് അള്ളാഹു ഇറങ്ങി വന്ന് പാപമോചനം തേടുന്നവർക്ക് പുറത്തു കൊടുക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലോ പ്രശ്നങ്ങളിലോ അകപ്പെടുമ്പോൾ ഒരുപാട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. അള്ളാഹു അതിനൊരു വഴി തുറന്നു തരും, നമുക്കൊരു സമാധാനം നൽകും. നമ്മൾ ദിവസവും ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഒരു ദിവസം 100 തവണയോ അതിൽ കൂടുതലോ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ശീലിക്കുക. നമുക്ക് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ ചെയ്യാം. അല്ലാഹുമ്മ ഇഗ്ഫിർലി വലിവാലിദയ്യ, അള്ളാഹുവെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു ഉദാഹരണമാണ്. ഒരൊറ്റ മിനിറ്റ് മതി, നമുക്ക് ഒരുപാട് തവണ ഇസ്തിഗ്ഫാർ ചെയ്യാൻ കഴിയും. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, വീട്ടിലെ പണികൾ ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ചുണ്ടുകൾക്ക് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കാൻ കഴിയും. ഇത് നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം നൽകും, നമുക്ക് സമാധാനം നൽകും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവളാണ്, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വലുതാണെന്ന് അറിയാമോ? നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും, ആകാശത്തോളം വലുതാണെങ്കിൽ പോലും നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയും പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു നമുക്ക് എന്തായാലും പുറത്തു തരും. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, എൻ്റെ ദാസന്മാരെ, സ്വന്തം ആത്മാക്കളോട് അതിക്രമം കാണിച്ചവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. നിശ്ചയം അവൻ വളരെയധികം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സൂറത്തുൽ സുമർ. എത്ര മനോഹരമായ ആയത്താണ് ഇത്! നമുക്ക് പ്രതീക്ഷ നൽകുകയല്ലേ ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് പുറത്തു തരാൻ തയ്യാറാണ്. നാം അവനിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ മാത്രം മതി. ആത്മാർത്ഥമായ തൗബയും ഇസ്തിഗ്ഫാറുമായി മുന്നോട്ടു പോകുക. നിങ്ങളുടെ ഹൃദയം തുറക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും, തീർച്ച. നമ്മൾ വെറുതെ വായിൽ മാത്രം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് പോരാ. ആത്മാർത്ഥമായിട്ട് എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ ഖേദിക്കുന്നുണ്ടെന്നും മേലിൽ ആ പാപങ്ങൾ ആവർത്തിക്കില്ലെന്നും എൻ്റെ റബ്ബിനോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നുമുള്ള ഒരു മനസ്സോടെ വേണം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ എൻ്റെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയാണ്. എൻ്റെ ഹൃദയത്തിന് സമാധാനവും എൻ്റെ ജീവിതത്തിന് വെളിച്ചവും നൽകിയ ഒരു മാന്ത്രിക താക്കോലാണ്. നമ്മൾ ഓരോരുത്തർക്കും ഇത് സ്വന്തമാക്കാൻ കഴിയും. ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ ദിനചര്യയിൽ ഇസ്തിഗ്ഫാർ ഒരു പ്രധാന ഭാഗമാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ, നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് ഇസ്തിഗ്ഫാർ ശീലമാക്കാം. ഓർക്കുക, അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു, അവൻ നമുക്ക് പുറത്തു തരാൻ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വാക്കുകൾ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.